അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു ധർമ്മ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ബോധനയാത്ര ചില സത്യങ്ങൾ, ചില യാഥാർത്ഥ്യങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കുവാനും പ്രത്യേകിച്ച് ഇന്ന് തീരദേശ ജനത നേരിടുന്ന വലിയ ഒരു വെല്ലുവിളിയെ പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ച് നമ്മുടെ ഭരണകർത്താക്കളുടെ കണ്ണ് തുറപ്പിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണിത്. ഈ യാത്രയ്ക്ക് കേരള സമൂഹത്തിന്റെ മുഴുവൻ തന്നെ പിന്തുണ ലഭിക്കുന്നുണ്ട്. കേരള സഭ ഒന്നടങ്കം ഈ പ്രതിഷേധ സമരത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് വൈദികരും അൽമായരും ഉൾക്കൊള്ളുന്ന വിവിധ സമൂഹങ്ങൾ വിഴിഞ്ഞം സന്ദർശിക്കുകയുണ്ടായി. ഞാനും അവിടെ പോവുകയും അവിടുത്തെ ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ കുറേയൊക്കെ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. തീരദേശ ജനത അവരുടെ മാത്രം ഒരു സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയോ നേട്ടത്തിനു വേണ്ടിയല്ല ഈ സമരം നടത്തുന്നു. മറിച്ച് പൊതുസമൂഹത്തിനു വേണ്ടി അധ്വാനിക്കുന്ന ഒരു വർഗമാണവർ, ഒരു ജനതയാണവർ. അവിടെ അധ്വാനത്തിന്റെ ഫലം അവർ മാത്രമല്ല അനുഭവിക്കുക, ഈ കേരളത്തിലെ ജനലക്ഷങ്ങൾക്ക് അതിന്റെ ഫലമുണ്ടാകുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ ജീവൻ പോലും പണയപ്പെടുത്തി സമ്പാദിക്കുന്ന മത്സ്യ സമ്പത്ത് ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഊട്ടുമുറിയിൽ തീന്മേശയിലാണ് സ്ഥാനം പിടിക്കുക. അങ്ങനെ ഈ ജനതയെ ഒരു വിധത്തിൽ തെറ്റിപ്പോറ്റുന്ന ഒരു സമൂഹമാണ് ഇവിടുത്തെ മത്സ്യ തൊഴിലാളികളായ പ്രിയപ്പെട്ട മക്കൾ. അവരെ ഇന്ന് തങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കാകുലരാണ്. തങ്ങളുടെ കിടപ്പാടങ്ങൾ നഷ്ടപ്പെടുന്നു, തങ്ങളുടെ ജോലി സാധ്യതകൾ ഇല്ലാതായിത്തീരുന്നു, തങ്ങളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നു. സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലാകാതെ പോകുന്നു. മോഹന വാഗ്ദാനങ്ങൾ പലതും സർക്കാർ നൽകിയിട്ടുള്ളതാണ്. എന്നാൽ അവയൊന്നും യാഥാർത്ഥ്യമാകുന്നതായി കാണുന്നില്ല. അങ്ങനെ അനുഭവങ്ങളിൽ നിന്ന് ഉള്ള ബോധ്യത്തിന്റെ വെളിച്ചത്തിലാണ് ഇപ്രകാരമുള്ള ഒരു പ്രതിഷേധം, ശക്തമായ പ്രതിഷേധത്തിന് മുന്നിട്ടിറങ്ങിയത്. തീർച്ചയായിട്ടും സർക്കാർ വാക്കുപാലിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സർക്കാരിനെ താഴെ ഇറക്കുക എന്നതല്ല ഈ സമരത്തിന്റെ ലക്ഷ്യം. മറിച്ച് ജനങ്ങളുടെ സുസ്ഥിതി, ക്ഷേമം ഉറപ്പുവരുത്തുവാനുള്ള ചുമതല സർക്കാരിനുണ്ട്. നമ്മുടെ ഭരണഘടന നമുക്ക് നൽകിയിരിക്കുന്ന മൗലിക അവകാശങ്ങളാണ്. ജീവിക്കുവാനുള്ള അവകാശം, സ്വത്തിനുള്ള അവകാശം. അങ്ങനെ സ്വന്തമായ ഒരു ആവാസ വ്യവസ്ഥിതി, അതിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അത് എന്ത് പുരോഗതിയുടെ പേരിലായാലും ശരി, ജനങ്ങളെ കഷ്ടത്തിലാക്കുന്ന, ജനങ്ങളുടെ ജോലി നഷ്ടപ്പെടുത്തുന്ന, ജനങ്ങളുടെ കിടപ്പാടങ്ങൾ നഷ്ടപ്പെടുത്തുന്ന, അവർ കുടിയിറക്കപ്പെടുന്ന ഒരവസ്ഥ ഒരിക്കലും നീതീകരിക്കാനാവില്ല. അതുകൊണ്ട് സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള ഒരു പോരാട്ടമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ക്രൈസ്തവ സഭകൾ യാതൊരു വൈമനസ്യവുമില്ലാതെ, സങ്കോചമില്ലാതെ ഇതിനെ പിന്തുണ നൽകുന്നതും. മെത്രാന്മാരും മേലധ്യക്ഷന്മാരും ഒക്കെ ഇതുപോലെയുള്ള സമരത്തിന് പിന്തുണ നൽകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ഒരു സത്യമുണ്ട്, ഒരു ധാർമ്മിക ബോധമുണ്ട് എന്ന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ സമരത്തിന്
ഈ പ്രതിഷേധ ഈ ബോധന യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും വിജയാശംസകളും ഞാൻ നേരുകയാണ്. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്, കേരള സഭയുണ്ട്, ചൈന സംരൂപത നിങ്ങളെ ഒപ്പം തീർച്ചയായിട്ടുമുണ്ട്. നിങ്ങൾ മത്സ്യത്തൊഴിലാളികളായ നിങ്ങൾ ഇവിടെ പല പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടായപ്പോൾ, വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഒക്കെ ജീവൻ പണയം വെച്ചും ജീവൻ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ആ വലിയ മനുഷ്യ സേവനത്തെ, ആ ത്യാഗത്തെ ഞാൻ ഏറെ നന്ദിയോടെ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയും ചെയ്യുന്നു. അതുപോലെയുള്ള ഒരു പ്രതിസന്ധിയിൽ ഈ പ്രിയപ്പെട്ട മക്കൾ തന്നെ ഇരിക്കുന്ന ഈ അവസരത്തിൽ തീർച്ചയായിട്ടും അവരെ സഹായിക്കുക, അവരെ ബലപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ഈ പ്രതിഷേധ യാത്രയ്ക്ക്, ഈ പ്രതിഷേധ സമരത്തിന്, ഈ ധർമ്മ സമരത്തിന് എല്ലാവിധ പിന്തുണയും വിജയവും ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ യാത്ര ഇവിടെ ഫ്ലൈ ഓഫ് ചെയ്യുന്നു.